മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് ഭാരവാഹി യോഗത്തിൽ ചേരി തിരിഞ്ഞുള്ള വാദപ്രതിവാദം. മുനമ്പത്തേത് വഖഫ് ഭൂമിയെന്ന് കെ എം ഷാജി പറഞ്ഞതിനെതിരെ എൻ ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ തുടങ്ങി 5 പേർ ചോദ്യം ചെയ്തു. വഖഫ് ഭൂമിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമവായത്തിലേക്ക് പോകണമെന്ന് കെ എം ഷാജി ഉൾപ്പെടെ മറ്റ് നേതാക്കൾ വാദിച്ചു. പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടി പാർട്ടി വാർത്ത നൽകുന്നുവെന്ന കെ എം ഷാജിയുടെ പരാമർശം കുഞ്ഞാലിക്കുട്ടി ഷാജി ഏറ്റുമുട്ടലിലെത്തി. പരസ്യപ്രസ്ഥാനം ഒഴിവാക്കിയ മുനമ്പം വിഷയത്തിൽ പാർട്ടി യോഗത്തിൽ നടന്നത് രൂക്ഷമായ വാദപ്രതിവാദം. ഭൂമി വഖഫാണെന്ന് കെ എം ഷാജി പറഞ്ഞത് ശരിയായില്ലെന്ന് എൻ ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അബ്ദുറഹ്മാൻ രണ്ടത്താണി, പാറക്കൽ അബ്ദുള്ള, ഉമർ പാണ്ടിശാല എന്നിവർ പറഞ്ഞു. എം കെ മുനീർ, പി വി അബ്ദുൽഹാവ് തുടങ്ങി ബാക്കി ഭാരവാഹികളെല്ലാം കെ എം ഷാജി പറഞ്ഞ വാദത്തെ പിന്താങ്ങി. മുനമ്പത്തെ ഭൂമി വഖഫ് അല്ലെന്ന് പറയുന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് കെ എം ഷാജി പറഞ്ഞു. പാർട്ടി യോഗങ്ങൾ വിളിക്കാത്തതുകൊണ്ടാണ് പൊതുയോഗങ്ങളിൽ അഭിപ്രായം പറയേണ്ടി വരുന്നതെന്നും ഷാജി പരാതിപ്പെട്ടു. ഭൂമി വഖഫാണോ എന്നത് നിയമപരമായ പരിശോധനയിൽ തീരുമാനമാകട്ടെ, വഖഫ് ഭൂമിയല്ല എന്ന് പറയേണ്ടെന്ന പൊതുധാരണയിലാണ് ചർച്ച അവസാനിച്ചത്. ഗവൺമെന്റ് കമ്മീഷൻ വെച്ചിരിക്കുകയാണല്ലോ, ഇനി അത് ഒക്കെ വരട്ടെ എന്ന് പറയാം. കുടി ഒഴിപ്പിക്കാൻ പാടില്ല, കുടി ഒഴിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നിയമപരമായും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യൽ, വസ്തുതപരം നോക്കി ചെയ്യൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. തന്റെ പരസ്യ പ്രസ്താവനകൾ സാദിഖലി തങ്ങളോട് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണെന്നും ചർച്ചയ്ക്കിടെ കെ എം ഷാജി പറഞ്ഞു. ഇതിന് ഷാജി മാപ്പ് പറഞ്ഞു എന്ന രീതിയിൽ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് വാർത്തയാക്കേണ്ട എന്ന് കുഞ്ഞാലിക്കുട്ടിയോട് പറയുകൂടി ചെയ്തു കെ എം ഷാജി. ഇത് കുഞ്ഞാലിക്കുട്ടിയെ പ്രകോപിപ്പിച്ചു. തുടർന്ന് രണ്ടുപേരും തമ്മിൽ രൂക്ഷമായ തർക്കം നടന്നു. സാദിഖലി തങ്ങൾ ഇടപെട്ടാണ് തർക്കം ഒഴിവാക്കിയത്. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഴുവൻ ഭാരവാഹി യോഗം ചേരാൻ തീരുമാനിച്ചാണ് യോഗം പിരിഞ്ഞത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.